+2 കഴിഞ്ഞ കുട്ടികൾക്ക് സാധാരണ ഉള്ള ഒരു സംശയമാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ACCA കോഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ചും സയൻസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ കൊമേഴ്സ് ഫീൽഡിലേക്ക് വരുമ്പോൾ എല്ലാവരുടെ അടുത്തും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ദ ആൻസർ ഈസ് വെരി സിമ്പിൾ. നിങ്ങൾ ഏത് സ്ട്രീം എന്നുള്ളതല്ല, നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും CA ആവട്ടെ ACCA ആവട്ടെ CM ആവട്ടെ ഇതൊക്കെ പഠിക്കാൻ പറ്റും. അതിൽ വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആവുക എന്നുള്ളതാണ്. ഒരു 3-4 കൊല്ലം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നല്ലൊരു കരിയറിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ചാർട്ടേഡ് അക്കൗണ്ടൻസിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ നോളജ് ആൻഡ് സ്കിൽ ബോത്ത് വിൽ കം. 2 വർഷമാണ് നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കേണ്ടത്. പിന്നെ 2 വർഷം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കീഴിൽ വർക്കിന് പോകണം. അപ്പൊ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന കുട്ടികൾക്ക് ഒരിക്കലും ഇന്റർവ്യൂവിന് എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ മുമ്പ് ഇവിടെ വർക്ക് ചെയ്തെന്നുള്ള ഒരു ചോദ്യം ഫേസ് ചെയ്യാറില്ല. കാരണം കോർപ്പറേറ്റ്സിന് അറിയാം ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കരിക്കുലത്തിന് വരുന്നതാണ്. അവർക്ക് ഓൾറെഡി 2 വർഷം ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ രീതിയിൽ ആർക്കെങ്കിലും കൊമേഴ്സ് മേഖലയിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം, മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം, വരുന്ന 1-2 വർഷം ഞാൻ നന്നായിട്ട് മെനക്കെടും, വർക്ക് ചെയ്യാൻ റെഡി ആവുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ നിങ്ങൾ റെഡി ആവുകയാണെങ്കിൽ വെണ്ണയിൽ നിന്ന് നൂലെടുക്കുന്ന ലാഘവത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CA അല്ലെങ്കിൽ ACCA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മറിച്ച് നമ്മുടെ നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ CA എന്താണ്, എങ്ങനെയാണ് കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയാറ് ടഫ് ആണെന്നാണ്. അതിന് ഒരു 1000 മറുപടി ആയിട്ട് എനിക്ക് പറയാനുള്ളത് IIM-ന്റെ അലോമിനീസ് ആണ്. സയൻസ് കഴിഞ്ഞവരായാലും കൊമേഴ്സ് കഴിഞ്ഞവരായാലും ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർ പോലും ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസും ACCAസും CMAസും ഡിഫറെന്റ് മൾട്ടിനാഷണൽ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ പ്രൗഡായിട്ട് പറയാനുള്ളത് ഒരുപാട് യങ്സ്റ്റേഴ്സ് 21, 22, 23 വയസ്സുള്ള ഒരുപാട് യങ് പ്രൊഫഷണൽസ് IIM ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരുപാട് ടെസ്റ്റിമോണിയൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ഫൈനലി വാട്ട് ഐ ക്യാൻ ടെൽ യു ദാറ്റ് യു ആർ ദ വൺ ടു ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി. വേറെ ആരെങ്കിലും ഒരുപാട് അഭിപ്രായം പറഞ്ഞ് അതിന്റെ ബാക്കിൽ പോകലല്ല, മറിച്ച് നിങ്ങളുടെ കപ്പാസിറ്റി മനസ്സിലാക്കി നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നല്ലൊരു തീരുമാനം എടുക്കുക. അതാണ് നിങ്ങളുടെ നാളത്തെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നത്. താങ്ക് യു.